വേനൽക്കാലം ആകുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ധാരാളമായിട്ട് കാണാൻ പറ്റുന്ന ഇലിമ്പൻ പുള്ളീനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഇലിമ്പൻ പുള്ളി നമ്മുടെ സൗത്തേൺ ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മീൻ കറിയിൽ ഉപയോഗിച്ചിട്ടുള്ള പരിചയമാണ് നമ്മുടെ മലയാളികൾക്ക് കൂടുതലായിട്ടുള്ളത്. ഒരു പ്രത്യേക ടേസ്റ്റും ഇത് തരുന്നുണ്ട്. പിന്നെ ഇത് ഉപയോഗിച്ച് ധാരാളം ജാംസും ജെല്ലീസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ഇതിനെ രാത്രി വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം എടുത്ത് ഇതിൻ്റെ പുളി കുറയുകയും ഇതിൻ്റെ ഓക്സാലിക് ആസിഡൊക്കെ കുറയുകയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം പലതരത്തിലുള്ള ഡിഷസ് ഉണ്ടാക്കാനും ഈ ഒരു പുളിയേനെ ഉപയോഗിച്ച് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാങ്ങയ്ക്കും അതുപോലെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാളൻപുളിക്കൊക്കെ പകരമായിട്ട് ഈ ഒരു പുളീനെ ഉപയോഗിച്ച് വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഈ സസ്യത്തിൻ്റെ പൂക്കളും ഇതുപോലെ തന്നെ കഴുകി ഉണക്കിയതിന് ശേഷം ഷുഗർ സിറപ്പിലിട്ടൊക്കെ പ്രിസർവ് ചെയ്ത് വയ്ക്കാറുണ്ട്. പല പഠനങ്ങളും പറയുന്നത് ഇലിമ്പൻ പുളിക്ക് മറ്റനവധി ഗുണങ്ങളുണ്ടെന്നാണ്. അതിൽ വരുന്നതാണ് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു, ഹൈപ്പർ ടെൻഷനെ ചികിത്സിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്, എല്ലുകൾക്കും മസിലുകൾക്കെല്ലാം ബലം തരാനായിട്ട് സഹായിക്കുന്നു, അതുപോലെ തന്നെ പനി ചുമയെല്ലാം ഒരു പരിധി വരെ അകറ്റി നിർത്താനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.